വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ചോസർ ടു 17th സെഞ്ച്വറി എന്ന സബ്ജക്റ്റിലെ പ്യൂരിറ്റൻ, ഇൻ്റർറെഗ്നം ആൻഡ് റിസ്റ്റോറേഷൻ ലിറ്ററേച്ചർ എന്ന ടോപ്പിക്കാണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്താണെന്ന് നോക്കാം. ലിറ്റററി മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ പ്യൂരിറ്റൻസാണ് ഈ ഒരു ലിറ്റററി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് പീക്ക്ഡ് ഇൻ ദ 17th സെഞ്ച്വറി, അത് ഒരു 17ാം നൂറ്റാണ്ട് ആകുമ്പോഴത്തേക്ക് അതൊരു ഉന്നതിയിലെത്തിയിട്ടുണ്ട്. ഇറ്റ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഈ ഒരു ലിറ്റററി മൂവ്മെൻറ്റിൻ്റെ ക്യാരക്ടറൈസ് എന്നുള്ളത് ഫോക്കസ് ഓൺ റിലീജിയസ് തീംസ്, സിമ്പിൾ റൈറ്റിംഗ് സ്റ്റൈൽ, അതുപോലെ തന്നെ ബിബ്ലിക്കൽ അലൂഷൻസ്, ബൈബിൾ പരമായിട്ടുള്ള സൂചനകളൊക്കെയാണ് അതിലുണ്ടായിട്ടുള്ളത്. ചില എക്സാമ്പിൾ, പ്യൂരിറ്റൻ ലിറ്ററേച്ചറിനുള്ള ചില എക്സാമ്പിൾസ് എന്നുള്ളത് ദ ബേ സാം ബുക്ക്, ഓഫ് പ്ലേമൗത്ത് പ്ലാന്റേഷൻ ആൻഡ് ടു മൈ ഡിയർ ബിലോവ്ഡ് ഹസ്ബൻഡ്. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് പ്യൂരിറ്റൻ ഇൻ്റർറെഗ്നം എന്താണെന്ന് നോക്കാം. ദിസ് വാസ് ഓൾസോ നോൺ ആസ് ദ കോമൺവെൽത്ത് പീരിയഡ് എന്നും ഈ ഒരു പ്യൂരിറ്റൻ ഇൻ്റർറെഗ്നത്തിനെ പറയുന്നുണ്ട്. ഈ ഒരു സമയം എന്നുള്ളത് ദിസ് വാസ് എ ടൈം പ്യൂരിറ്റൻ ലീഡർ ഒലിവർ ക്രോംവെൽ മിലിറ്ററി ഡിക്റ്റാറ്റർഷിപ്പായി ഇംഗ്ലണ്ടിൽ റൂൾ ചെയ്ത സമയമായിരുന്നു ഇത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് തിയേറ്റേഴ്സ് 18 വർഷമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാരണമായിട്ട് തന്നെ ഡ്രാമ ഒക്കെ കുറവായിരുന്നു, തിയേറ്റർ ക്ലോസ് ചെയ്തത് കാരണമായിട്ട്. ഈ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുള്ള നോട്ടബിൾ വർക്ക്സ് എന്നുള്ളത് ജോൺ മിൽട്ടൺസ് പൊളിറ്റിക്കൽ റൈറ്റിംഗ്സ്, തോമസ് ഹോബസ് ലേവിയാത്തൻ ആൻഡ് ആൻഡ്രോ മാർവൽസ് പ്രോസ്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് മെറ്റാഫിസിക്കൽ പോയട്രി. ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറഞ്ഞാൽ ഇതൊരു പോയറ്റിക് മൂവ്മെൻ്റ് ആണ്. 17th സെഞ്ച്വറിയിലാണ് ഈ ഒരു പോയറ്റിക് മൂവ്മെൻറ്റ് എമേർജ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ക്യാരക്ടർ വെച്ചാൽ ഇൻ്റലക്ച്വൽ കോംപ്ലക്സിറ്റിയും അതുപോലെ തന്നെ യൂസ് ഓഫ് അൺകൺവെൻഷണൽ മെറ്റഫേഴ്സാണ് ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രി മൂവ്മെൻറ്റിൻ്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നുള്ളത്. പിന്നെ നോട്ടബിൾ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ജോൺ ഡൺ, ജോർജ് ഹെർബർട്ട്, ആൻഡ്രോ മാവൽ ആൻഡ് ഹെൻറി ഓഗൻ. ഇവരൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയട്രിയിലെ നോട്ടബിൾ ആയിട്ടുള്ള പോയറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് റീസ്റ്റോറേഷൻ ലിറ്ററേച്ചർ എന്താണെന്ന് നോക്കാം. റീസ്റ്റോറേഷൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ 15ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ റീസ്റ്റോറേഷൻ പീരീഡിലെ ലിറ്ററേച്ചറിനെയാണ് റീസ്റ്റോറേഷൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നുള്ളത്. ഈ ഒരു സമയത്ത് ചാൾസ് സെക്കൻഡ് ആയിരുന്നു അവിടെ റൂൾ ചെയ്തുകൊണ്ടിട്ടുണ്ടായിട്ടുള്ളത്. ഈ ഒരു പീരീഡിലെ ലിറ്ററേച്ചർ എന്നുള്ളത് പാരഡൈസ് ലോസ്റ്റ്, സോഡം, ദ കൺട്രി വൈഫ് ആൻഡ് ദ പിൽഗ്രിംസ് പ്രോഗ്രസ്, ഇതൊക്കെയാണ് ഈ ടൈമിലുണ്ടായിട്ടുള്ള ലിറ്ററേച്ചർ എന്ന് പറയുന്നുള്ളത്. സോ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റിൽ അറിയിക്കുക. സോ ആ ഒരു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടത് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക.